ഇത് ഒരു യാത്രയുടെ തുടക്കമാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്യൂർ ചിമേനി യൂണിറ്റ് സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന പുരവഞ്ചി യാത്ര. ഈ വർഷം സംഘടനയിൽ അംഗത്വമെടുത്ത ഇളമുറക്കാർ മുതൽ 20, 25, 30 വർഷങ്ങളായി സംഘടനയിൽ പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നരായ ആളുകൾ വരെയുണ്ട് ഈ കൂട്ടായ്മയിൽ. മെമ്പർഷിപ്പ്, ഫണ്ട് പിരിവ്, സമ്മേളനങ്ങൾ, പ്രക്ഷോഭങ്ങൾ തുടങ്ങിയ സാമ്പ്രദായിക സംഘടനാ പ്രവർത്തനങ്ങൾക്കപ്പുറം എങ്ങനെ സംഘടനയുടെ പ്രവർത്തനം സർഗാത്മകമാക്കാമെന്ന അന്വേഷണത്തിൻ്റെ ഭാഗമാണ് വേറിട്ട ഈ പ്രവർത്തനം. നാം ഒരു കുടുംബം എന്ന സംഘടനയുടെ മുദ്രാവാക്യം സാർത്ഥകമാക്കാനുള്ള ഒരു ശ്രമമായും ഇതിനെ കരുതാം. പ്രായത്തിൻ്റെ അവശത അനുഭവിക്കുന്നവർക്കും വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലിൽ വീർപ്പുമുട്ടുന്നവർക്കും അതെല്ലാം മറന്ന് സുഹൃത്തുക്കളോടൊപ്പം, പഴയ സഹപ്രവർത്തകരോടൊപ്പം കുറേ നല്ല നിമിഷങ്ങൾ ചെലവഴിക്കാനും ജീവിതം ആനന്ദകരമാക്കാനുമുള്ള അവസരമൊരുക്കുക, അതുവഴി അവരെ ചേർത്ത് പിടിക്കുക. അതുമാത്രമാണ് ഈ യാത്രയുടെ യാത്രയാണ് ഈ പുരവഞ്ചി യാത്ര. ഈ പുരവഞ്ചി യാത്രയിൽ 64 പേരാണ് രജിസ്റ്റർ ചെയ്തത്. 5ഓളം പേർക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, അസുഖങ്ങളും മറ്റു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. ബാക്കി വന്ന മുഴുവൻ യാത്രക്കാരെയും നമ്മുടെ KSSB കയ്യൂർ ചിമേനി യൂണിറ്റിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി പ്രസിഡന്റ് ലക്ഷ്മണൻ ക്ഷണിക്കുന്നു. ഈ യാത്രയിൽ പങ്കെടുത്ത മുഴുവൻ പെൻഷൻ സർവീസ് സുഹൃത്തുക്കളെയും ആദ്യമായി അഭിനന്ദിക്കുന്നു. മറ്റു കാര്യങ്ങളൊന്നും ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ 60 പേരിൽ കുട്ടി നൈനിക അടക്കം ഏറ്റവും പ്രായമുള്ള ആളാരായിരിക്കും? ഒന്ന് കൈവയ്ക്കാൻ നല്ലത്. കർണാടക ഉണ്ടല്ലേ? കർണാടക എടുത്തു. കർണാടകം കൈ കൊടുക്കുക. കർണാടക പ്രത്യേക സ്വാഗതമാണ്. 82 കഴിഞ്ഞു. തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും. ചെറിയ ബോട്ടാണോ വലിയ ബോട്ടാണോ അല്ലേ? ചെറിയൊരു അസുഖങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ വലിയ ബോട്ടാണ് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കുറച്ച് ചെറുതായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ബോട്ട് യാത്രയിൽ. നമ്മൾ കുറെ കാലത്തിന് ശേഷം കയ്യൂർ ചിമേനി KSSBയുടെ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബോട്ട് യാത്ര സംഘടിപ്പിക്കുന്നത്. പഴംപൊരി മുമ്പിലുണ്ട്, അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ തോന്നുന്നില്ല. എങ്കിലും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ എന്താ പറയാ മത്സര പിടുത്തം ഒഴിവാക്കാൻ വേണ്ടി ഒരു മഞ്ഞൊരുക്കൽ പരിപാടിയാണ്. ഞാനൊരു ലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ ജനുവരി മുതൽ ഡിസംബർ വരെ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 12 ഗ്രൂപ്പ് ഉണ്ടാവും. ഇവിടെ മാസത്തിന്റെ ക്രമത്തിൽ എല്ലാവരും ഒന്ന് ഗ്രൂപ്പ് ആവുക. ജനുവരി നോക്കൂ, സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളെ പോലെ എത്ര ആവേശത്തോടെയാണ് അവർ ഗ്രൂപ്പ് തിരിയുന്നതും പരസ്പരം പരിചയപ്പെടുത്തുന്നതും വിവിധ കലാപരിപാടികളിൽ ഏർപ്പെടുന്നതും. അവരുടെ ആലോചന അത് ടൂറിസത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ മാത്രം ഞാൻ പറഞ്ഞത് മാത്രം. കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിൽ നിന്നും ആരംഭിച്ച് കവായിക്കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് മുന്നേറുന്ന ഈ യാത്രയിൽ പുറംകാഴ്ചകൾ പരിചയപ്പെടുത്തുന്നതിനുള്ള ശ്രമവും ഇടയ്ക്കിടെ നടക്കുന്നുണ്ട്. ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അതായതോടുകൂടി കുറച്ച് ധൈര്യം കൂടുതലായി. നമ്മളെ ശരിക്കും ലീഡർഷിപ്പിലേക്ക് വരേണ്ട ആളൊക്കെ. ആകെ 60 പേരാണ് ഈ യാത്രയിലുള്ളത്. പെൻഷൻകാരോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്.
അത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ മേൽക്കമ്മിറ്റിയിൽ നിന്ന് വന്ന അദ്ദേഹവും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണ്. ഒരു മോഡ് ഇവിടെ പ്രത്യേക ഗ്രൂപ്പിംഗ് തന്ത്രത്തിലൂടെ 60 പേരെ 5 പേർ വീതമുള്ള 12 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഓരോ ഗ്രൂപ്പിനും ഒരു ലീഡറും സെക്കൻഡ് ലീഡറുമാക്കി ലീഡർ ആ ഗ്രൂപ്പിലുള്ള 4 അംഗങ്ങളെ പരിചയപ്പെടുത്തുകയും തുടർന്ന് സെക്കൻഡ് ലീഡർ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കണ്ണൂർ DD ഓഫീസിൽ സൂപ്രണ്ടായി റിട്ടയർ ചെയ്തത്. പിന്നെ അടുത്തത് പത്മാവതിയാണ്. എന്തായാലും പത്മേട്ടിയുടെ നാടൻ പാട്ട് നമുക്ക് നേരിട്ട് കേൾക്കാൻ ഇന്ന് കഴിയുമെന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. യുവകൃഷ്ണൻ ചെമ്പ്രകാനം നൂഞ്ഞ ഭാഗത്ത് ചെറുപ്പയിലാണ് താമസം. ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്, ഷീജ. 1ാം ക്ലാസ് മുതൽ ആദ്യം എന്നെ കയ്യക്ഷരം പഠിപ്പിച്ചത് ഇത് നമ്മളെ CV ഗോവിന്ദൻ മാഷെ, ഭാര്യൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു ബാലകൃഷ്ണൻ നായർ. അയാൾ മരിച്ചു ട്രിബ്യൂണലിൽ. ഇത് കഴിഞ്ഞ് പാടാനുള്ളവർക്ക് പാടാനും ആടാനുള്ളവർക്ക് ആടാനും രണ്ടിനും കഴിയാത്തവർക്ക് വർത്തമാനം പറയാനുമുള്ള അവസരങ്ങൾ ഇതിൽ ഉണ്ട്. ഒരു പ്രസ്ഥാനത്തിന് സംസ്ഥാന ഉണ്ടായിരുന്നു, ഇന്നലെ ഒഴിവാക്കി ഈ ഇതാ പരിചയപ്പെടൽ പൂർത്തിയായി കലാപരിപാടികളിലേക്ക് കടക്കുകയാണ്. ഈശ്വരൻ മാഷയുടെ കീർത്തനത്തോടെയാണ് തുടക്കം. മാമവസഗാജനനീ അംബ മാമവസഗാജനനീ അംബ മാമവസഗാജനനീ മഹിഷാസുരസോദരീ അംബ മാവസരാജനനീ മഹിഷാസുരസോദരീ അംബ മാവസരാജനനീ മഹിഷാസുരസോദരീ അംബ മാവസരാ. ഈശ്വരൻ മാഷ്ക്ക് തൊട്ട് പിന്നാലെ നാടൻ പാട്ടുമായി ചെറിയാക്കരയിലെ പൽപ്പിനേച്ചി. അതിലാണോ കമ്മലില്ല, കഴുത്തിലാണോ മലയില്ല, കയ്യിലാണോ വളയുമില്ല, കാലിലാണോ കൊലുസുമില്ല, എന്നെക്കാളും കുഞ്ഞിപ്പെണ്ണെ 75 വയസ്സ് കഴിഞ്ഞ പത്മിനിയേച്ചി ഇത്ര ആവേശത്തോടെ ആടുകയും പാടുകയും ചെയ്യുമ്പോൾ താരതമ്യേന പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരന്മാരുമായ പെൻഷൻകാർക്ക് എങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയും? ഇത് പഴയ സിനിമാ പാട്ടുമായി തിമിരി പാലത്തേരയിലെ നളിനി ടി. കുറുമാലും തുന്നിക്കൊണ്ടിരിപ്പാണ്. പെൻഷൻ സംഘടനയിൽ അംഗമായ ഭാര്യ വിലാസിൽ ടീച്ചർക്കൊപ്പം എത്തിയതാണ് ഗ്രാമീണ ബാങ്കിൽ നിന്നും റിട്ടയർ ചെയ്ത ശിമേനിയിലെ പ്രഭാകരേട്ടൻ.
ചന്ദ്രകാന്തനെ പോലെ പ്രഭാകരേട്ടന്റെ മധുരമനോഹരമായ ഗാനം കഴിയാൻ കാത്തു നിൽക്കുകയാണ്. പ്രായം തളർത്താത്ത പോരാട്ട വീരവുമായി 82 കഴിഞ്ഞ കയ്യൂരിലെ കരുണാകരൻ. താരോനം കുഞ്ഞ് താരോനം പാടാൻ കരയാറുടൻ എന്നൂടെ ചേട്ടണ്ണ കയ്യൂർ സഖാക്കൾ 4 പേർ തൂക്കിൽ മരിച്ചില്ലേക്കുന്നത്. എനിക്കൊരു ജാസത്തിയായി കണ്ണുകളുണ്ടായ എനിക്കൊരു ശാന്ത സ്വന്തം അവതരണവുമായി സാംസ്കാരിക സമിതി കൺവീനർ രവീന്ദ്രൻ മാഷ്. എപ്പോഴോ നടന്ന ഒരു സംഭവം ഇതിലുണ്ടാക്കിയ ഒരു ചിന്തയാണ്. വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കൊറോണ കാലത്ത് നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങ് ആഫ്രിക്കയിലെ കെനിയ എന്ന് പറയുന്ന രാജ്യത്ത് നടന്ന ഒരു ചെറിയ സംഭവം അന്നൊരു പത്രവാർത്തയൊക്കെ ആയിട്ട് വന്നിരുന്നു. അന്ന് എൻ്റെ ചിന്ത ഒരു കഥയായിട്ട് മാറിയതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിക്കണം എന്ന അഭ്യർത്ഥനയിലൂടെ കഥയിലേക്ക് കടന്നു. കഥയുടെ പേര് ബിഷപ്പ്. ചാരു കസേരയിലിരുന്ന് ടിവിയുടെ റിമോട്ടിലെ മെനു ബാറിൽ വാർത്താ ചാനലുകൾക്കായി അനന്തനാരായണൻ വിരലമർത്തിക്കൊണ്ടേയിരുന്നു. കൊച്ചിൻ്റെ വേഗതയാണ് കോവിഡ് കാല പകലുകൾക്ക്. സിനിമകളും കോമഡി പരിപാടികളും കഴിഞ്ഞ് ഭാര്യയും 2 മക്കളും അടുക്കളയിൽ അത്താഴത്തിന് പുതിയ റെസിപ്പി പരീക്ഷിക്കുകയാണ്. ലോക്ക്ഡൗൺ കാലം പരീക്ഷണങ്ങളുടെയും കാലമാണ്. കൊച്ചുബാലനെ ഓരോരോ ബസ്സിലും കയറുന്നിറങ്ങുന്നു, പാടുന്നു, നീട്ടുന്നു കുഞ്ഞിളം കയ്യുകൾ. കണ്ടിട്ടും കാണാതിരിക്കുവോരെ പിന്നെ തൊട്ടു വിളിക്കുന്നു, നോക്കുന്നു കൺകളിൽ. രവിമാഷ് ബിഷപ്പിന്റെ കഥ അവതരിപ്പിച്ചപ്പോഴാണ് ബിഷപ്പടക്കാനായി വയറ്റത്തടിച്ച് പാടി നാണയത്തുട്ടുകൾക്ക് വേണ്ടി കൈനീട്ടുന്ന തെരുവ് ഗായകന്റെ കഥ, നേരനുഭവം പണ്ടെങ്ങോ ഞാൻ കവിതയായി എഴുതിയത് ഓർമ്മ വന്നത് ഞാനത് പാടിയത്. ഒരു 4 വരി വീതം മാത്രമേ പാടുന്നുള്ളൂ. അടുക്കളയിൽ നിന്നും മീൻ പൊരിച്ചതിൻ്റെ മണമടിച്ചതുകൊണ്ടാവാം തുടർന്ന് വന്ന മീനാറാണി ജില്ലാ പട്ടികജാതി വികസന ഓഫീസറായി റിട്ടയർ ചെയ്ത് ഈ വർഷം മാത്രം സംഘടനയിലേക്ക് കടന്നു വന്ന മീനാറാണി ഈ പാട്ട് തന്നെ പാടിയത്. തുമ്പപ്പൂനിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂനിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുലനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുലനെ. ആലന്തട്ട AUP സ്കൂളിലെ പ്രഥമാധ്യാപികയായി വിരമിച്ച വനജ ടീച്ചറുടെ ഊഴമായിരുന്നു പിന്നെ. അത് കഴിഞ്ഞെത്തിയത് പഠന MRVHS ഹെഡ്മിസ്ട്രസ്സായി റിട്ടയർ ചെയ്ത ചിമേനിയിലെ വിലാസിൽ ടീച്ചർ. തൊട്ടു പിന്നാലെ മനോഹരമായ നൃത്തച്ചൂടുമായി ടീച്ചർ എല്ലാവരെയും അമ്പരപ്പിച്ചു.
ഇതാ ഏവരും കാത്തിരുന്ന മണവാട്ടിയും തോഴിമാരും എത്തുകയായി. പുരവഞ്ചി യാത്ര ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ വനിതാവേദി കൺവീനറായ കടന്നക്കോട്ടെ സുലോചനയുടെ നേതൃത്വത്തിൽ ഒപ്പന പരിശീലനം തുടങ്ങിയിരുന്നു. നാടൻ പാട്ടിലൂടെ എല്ലാവരെയും കയ്യിലെടുത്ത പൽപ്പിനിയേച്ച് തന്നെയാണ് മണവാട്ടിയായി നാണം കുണിഞ്ഞ് രംഗത്തെത്തിയത്. പൽപ്പിനിയേച്ചിക്കും സുലോചനയ്ക്കും പുറമെ കയ്യൂരിലെ നന്ദിനി, സരോജിനി, പത്മിനി, ആലന്തട്ടയിലെ പത്മാവതി, വെള്ളാട്ടെ അനിത എന്നിവരാണ് ഒപ്പനയിലെ മറ്റ് അംഗങ്ങൾ. ഒപ്പനയ്ക്ക് പിന്നാലെ അടിപൊളി ഫ്യൂഷൻ ഡാൻസ് കൂടി അവതരിപ്പിച്ചിട്ട് ഈ സംഘം വേദി കിട്ടുന്നു. കലാപരിപാടികൾ അവതരിപ്പിച്ച് ഹരം കയറിയപ്പോൾ പലരും മറന്നുപോയതായിരുന്നു ഭക്ഷണം. ഒന്ന് സാമ്പാർ വിളമ്പിയാൽ വിടാല കുറച്ചും കൂടെ ചാറ് ചാറ്. ആദ്യം അല്പം തിരക്ക് കൂട്ടിയും പിന്നെ തിരക്കില്ലാതെ വരിവരിയായി നിന്നും ഓരോരുത്തരും ഭക്ഷണം വാങ്ങി വേണ്ടുവോളം കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അഭിപ്രായവും വന്നു, അടിപൊളി ഭക്ഷണം, നളപാചകം, ബഹു ജോർ. സാമ്പാറും വറവും പച്ചടിയും അവിയലും അച്ചാറും ചിക്കൻ വറവും ആഗോലി പൊരിച്ചതും എല്ലാം കൂടിയ ഭക്ഷണം വിഭവസമൃദ്ധമായി എല്ലാവർക്കും തോന്നിയപ്പോൾ അതിലുള്ള 2 വിഭവം ഇഷ്ടപ്പെടാത്ത 1-2 പേരും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന സത്യം മറച്ചു വയ്ക്കുന്നില്ല. ഒടുവിൽ മധുരമുള്ള പരിപ്പ് പ്രഥമൻ മുമ്പിലെത്തിയപ്പോൾ അവരും പൂർണ്ണ തൃപ്തർ. ഭക്ഷണം കഴിച്ച ശേഷം ആദ്യം ഫോട്ടോ എടുപ്പ്, അത് കഴിഞ്ഞ് വീണ്ടും കലാപരിപാടി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നങ്കൂരമിട്ടിരുന്ന പുരവഞ്ചി വീണ്ടും യാത്ര തുടങ്ങി, മടക്കയാത്ര. ഇനിയും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ബാക്കിയുള്ളവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരമാണ് പിന്നെ നൽകിയത്. പാട്ടും ഡാൻസും ഒന്നും വശമില്ലാത്തവർക്ക് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവസരവും നൽകിയിരുന്നു. കെ വി കൃഷ്ണമാഷും വി വി ദാമോദരേട്ടനുമൊക്കെ അത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കവിതകളായി കുറിക്കാറുണ്ടെങ്കിലും
അതാരോടും പറയാറില്ല എന്ന അമ്പത്തോടെ തിമിരിയിലെ VP കുഞ്ഞിക്കണ്ണൻ സ്വന്തം കവിത അവതരിപ്പിച്ചു. അറിവിനധിപനാകുമ്പോൾ അന്ധതയുടെ വിജയം ആവർത്തിക്കുന്നു. പരസ്യങ്ങളുടെയും എല്ലാ കാര്യങ്ങളിലേക്കാണ് മനുഷ്യന്മാർ എത്തിക്കുക. പല ഇതും നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അത്തരം ഒരു ചിന്താഗതിയിൽ പറഞ്ഞ ചെറിയ സ്ഥലം ഇത് മുഴുവനായിട്ടില്ല. ഇവരെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചോദിച്ചു. ഒരു യോഗ ട്രെയിനർ കൂടിയായ വനിതാവേദി കൺവീനർ സുലോചന പിന്നീട് ജീവിതത്തിൽ യോഗ അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് ചില കാര്യങ്ങൾ സഹയാത്രികരുമായി പങ്കുവെക്കുകയുണ്ടായി. രാവിലെ 50 പ്രാവശ്യമായാലും നല്ലതാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രാണവായു കുറയുമ്പോൾ നമുക്ക് പ്രതിരോധശേഷി കുറയുന്നു. അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളൊന്നും വരാൻ കാരണം ഈ പ്രാണവായുവിൻ്റെ കുറവ് കൊണ്ടാണ്. സംഘടനയുടെ ചുമതല കഴിഞ്ഞ 2 വർഷമായിട്ട് എന്നെ ഏൽപ്പിച്ച് ഞാൻ നടത്തിക്കൊണ്ടുവരികയാണ്. നടത്തിക്കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ബാലകുമാറിൻ്റെയും അതല്ലെങ്കിൽ നാഗന്മാരുടെയും അതല്ലെങ്കിൽ ശ്രീധരൻ്റെയും ലക്ഷ്മണൻ്റെയും നന്ദിനിയുടെയും ലക്ഷ്മിയുടെയും വേദാമോന്റെയും ഒരാളുടെ പേര് എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ തൃക്കരിപ്പൂർ ബ്ലോക്കിലെ മികച്ച യൂണിറ്റുകളിലൊന്നാണ് കയ്യൂർശിമേന യൂണിറ്റ് എന്ന ബ്ലോക്ക് കമ്മിറ്റി അംഗം EV ദാമോദരേട്ടൻ്റെ പരാമർശം ഏറെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ശ്രമിച്ചത്. ഇവിടെ രവീന്ദ്രമാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബ്ലോക്കിനകത്തെ 6 യൂണിറ്റിനകത്ത് ഏറ്റവും മികച്ച ഒരു യൂണിറ്റായിട്ട് കയ്യൂർശിമേന ഈ ബ്ലോക്കിനകത്ത് മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. കൊട്ടിക്കലാശത്തിനുള്ള സമയമായിരിക്കുന്നു. അടിപൊളി പാട്ടും അടിപൊളി ഡാൻസും. ഒപ്പന ടീമംഗങ്ങളും അതിലുൾപ്പെടാതിരുന്ന ഉഷ ടീച്ചർ, മീനാറാണി, വിലാസൽ ടീച്ചർ തുടങ്ങിയവരും ആടി തിമിർക്കാൻ തുടങ്ങിയപ്പോൾ തങ്ങളും ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ബ്ലോക്ക് കമ്മിറ്റി അംഗമായ ശ്രീധരേട്ടനും രവിമാഷും അശോകൻ മാഷും യൂണിറ്റ് പ്രസിഡന്റ് ലക്ഷ്മണനും എല്ലാവരും ഒപ്പം ചേർന്ന് അട്ടവും പാട്ടും ഗംഭീരമായി. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലപ്പുറം വടക്കുടിയിൽ മലപ്പുഴ പത്തനംതിട്ടയും കട്ടിപ്പൊരുങ്ങി ഒറ്റപ്പൊലിപ്പിലെ കൊട്ടിയും പട്ടണം ഇടുക്കി തൃശ്ശൂരിലും കരകളും ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലപ്പുറം വടക്കുടിയിൽ മലപ്പുഴ പത്തനംതിട്ടയും കട്ടിപ്പൊരുങ്ങി ഒറ്റപ്പൊലിപ്പിലെ കൊട്ടിയും പട്ടണം ഇടുക്കിയും തൃശ്ശൂരിലും ലക്ഷത്തിരുത്തുകളും എന്തായാലും എല്ലാവരും വളരെ നല്ല മൂഡിലായിരുന്നു എന്നുറപ്പ്. പറയേണ്ടതാണ്. ആട്ടവും അവസാനിച്ചതോടെ നേരത്തെ പറഞ്ഞ അവലോകനത്തിനുള്ള തുടക്കമായി. കൂട്ടത്തിലുള്ള കൊച്ചുകുട്ടിയായ നൈനിക നല്ല രസമുണ്ട് എന്ന ഒറ്റ വാക്കിൽ അവലോകനം ഒതുക്കിയപ്പോൾ ബാക്കി എല്ലാവരും വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പുരവന്തി യാത്ര വളരെ മനസ്സിന് നല്ല ഉല്ലാസം അതുപോലെ സന്തോഷം തരുന്ന ഒരു യാത്രയായിരുന്നു. നമ്മൾ രാവിലെ പുറപ്പെടുന്നവരെ വിചാരിച്ചു നമ്മളാരും തമ്മിൽ അറിയുന്നവർ വളരെ കുറവാണ്.
3-4 പേര് ഉണ്ടെന്നുള്ളത് ആ ധൈര്യത്തിൽ വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ആരും അന്യരല്ല, എല്ലാവരും വളരെ അടുത്ത ബന്ധുക്കളെ പോലെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പറഞ്ഞതാണ് എനിക്ക് ഇനി അവസരം ഉണ്ടായെങ്കിൽ ഞാൻ ഇവിടെ വരാമെന്ന്. അപ്പോൾ അതിന് വേറെ ആൾ പോയിട്ടുണ്ട്. പിന്നെ ഈ പരിപാടി അല്ലാതെ വേറെ ഏതെങ്കിലും ബന്ധപ്പെട്ട പരിപാടിയായാലും ഞാൻ പങ്കെടുക്കുന്നതായിരിക്കും പറഞ്ഞു. പിന്നെ നല്ല ഒരു യാത്രയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ഒപ്പന ടീമിനെ റിയലി അപ്രീഷിയേറ്റ്. അതായത് ഇത്രയും അത് ഏറ്റെടുത്ത് അവർ ചെയ്തല്ലോ എന്നുള്ള ഒരു ഇതാണ്. വളരെ വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. പിന്നെ അതുപോലെ പാട്ട്, ലാസ്റ്റിന്റെ ഡാൻസ്, അത് നിമിഷം, അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നുമല്ല, വെറുതെ ഒരു പാട്ട് കളിച്ചപ്പോൾ അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കളിച്ച പോലെ കൊഴുപ്പിച്ചവരെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു മിക്കവരുടെയും അഭിപ്രായ പ്രകടനം. മെമ്പർഷിപ്പ് മുറിക്കൽ മാത്രം പോരാ, മാഷ് ഒരു യാത്രയൊക്കെ ആക്കണ്ടേ, എല്ലാ പെൻഷനേഴ്സും ആക്കണ്ടേ. അപ്പൊ മാഷത് ഏറ്റെടുത്ത് വളരെ നന്നായി നടത്തിയതിൽ ഞാൻ എന്താ പറയുക, ചാരിതാർത്ഥ്യാണെന്ന് പറയാം. അത്ര ഞാൻ നല്ലോണം ആഗ്രഹിച്ചില്ല ഈ ഒരു യാത്ര, എല്ലാ പെൻഷനേഴ്സും കൂടി പിന്നെ പോകണമെന്നുള്ളത്. അപ്പൊ എല്ലാം കൊണ്ടും സമയം വൈകിയോണ്ട് മൈക്ക് വേഗം അടുത്ത ആൾക്ക് കൈമാറുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. നല്ലൊരു യാത്രയായിരുന്നു. ഞാൻ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണ്, ഈ കഴിഞ്ഞ മെയിലാണ് ഞാൻ റിട്ടയർ ആകുന്നത്. നല്ലൊരു അനുഭവമാണ്. കൂടുതൽ പറഞ്ഞത് പെൻഷനേഴ്സ് യൂണിയന്റെ പുരവലി യാത്ര ഗംഭീരം, നല്ല അതിഗംഭീരം എന്ന് തന്നെ പറയണം. എല്ലാവരും ആടിയും പാടിയും മനസ്സിന് നല്ല പോസിറ്റീവ് എനർജി. ശരീരത്തിനാണ് അസുഖമെങ്കിലും എല്ലാവർക്കും മനസ്സിനാണ് പ്രശ്നം വരുന്നത്. ആ മനസ്സിന് നല്ല പോസിറ്റീവ് എനർജി. 56 വയസ്സ് കഴിഞ്ഞവരായിരിക്കും ഇതിലില്ല എല്ലാവരും എൻ്റെ തോന്നൽ. അത് 16 വയസ്സിൻ്റെ അത്രക്കും എനർജറ്റിക് ആയിട്ടാണ് ഇന്ന് സകല ആളുകളുടെ പരിപാടി അവതരിപ്പിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്തത്. അപ്പം വയസ്സ് വെറും നമ്പർ മാത്രമാണ്, വെറും അക്കം മാത്രമാണ് വയസ്സ്. അപ്പൊ അത് ഇന്ന് ഇവിടെ എല്ലാവരും തെളിയിച്ചു. അപ്പൊ ഇനി അടുത്ത് ഇതിനെക്കാട്ടി ഊർജ്ജസ്വലമായിട്ടുള്ള പരിപാടി വെറും അക്കം മാത്രമാണ്, നമ്പർ മാത്രമാണ്. അത് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു ഇന്നിവിടെ എല്ലാവരും കാഴ്ചവെച്ചത്. അത് തന്നെയായിരുന്നു പലർക്കും പറയാനുണ്ടായിരുന്നു. പെൻഷനേഴ്സിൻ്റെ ഒരു ബോട്ട് യാത്രയുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ബോട്ട് യാത്ര ചെയ്ത് 5-10 ആയിട്ടുണ്ടോ. കാരണം പല ഞാൻ ബാങ്കിൽ നിന്നൊക്കെ അറിയത് റിട്ടയർമെന്റിന് ശേഷമാണ് ജീവിതം ആസ്വദിക്കുന്നത്. റിട്ടയർമെന്റിന് ശേഷമാണ് ജീവിതം ആസ്വദിക്കുന്നത്. അവലോകനത്തിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി തോന്നി ഈ അഭിപ്രായം. ഈ യാത്ര അതിമനോഹരമായിരുന്നു. രാവിലെ ഉറങ്ങിയിട്ടുള്ളതിന് കാലാവസ്ഥ ഒരു പ്രതികൂല കാലാവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡേറ്റ് തീരുമാനിച്ച സമയത്ത് ഡേറ്റ് മാറ്റിയിരുന്നു. കാരണം ഒന്ന് ഓറഞ്ച് അലർട്ട് പറഞ്ഞു. പക്ഷെ ഇന്നെന്തായാലും മാറ്റാൻ പറ്റില്ലാന്ന് തോന്നി. കാരണം വെച്ചാൽ ഇന്നലെ വരെ നമ്മൾ തീരുമാനിച്ചൊരു കാര്യമാണ്. രാവിലത്തെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ നമ്മുടെ എന്തും പ്രയാധിക്കമുള്ള ആളുകളാണ് ഈ യാത്രയിൽ പങ്കെടുത്തതുകൊണ്ട് തന്നെ പ്രകൃതി നമുക്ക് അനുകൂലമായതുകൊണ്ട് അത് വളരെ നല്ല ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ബോട്ടിന്റെ സൗന്ദര്യമല്ല, പൊതുവിൽ നമുക്ക് നല്ലൊരു മാനസിക ഉല്ലാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ യാത്ര ഇത്തരം വ്യത്യസ്തങ്ങളായ പരിപാടി എന്തു തന്നെയായാലും നമുക്ക് ഇനിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. നേരത്തെ ഒരാൾ പറഞ്ഞു വേണമെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസത്തിന് 2 ദിവസത്തെ പരിപാടി എന്നുള്ള രൂപത്തിൽ ആക്കുന്നുണ്ടെങ്കിൽ അതും സൗകര്യമാണ്. അല്ലെങ്കിൽ വ്യത്യസ്തമായ മറ്റേതെങ്കിലും പുതിയ പരിപാടിയോ ഇത്തരം സംഘടന ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും എൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റു പല പരിപാടികളെക്കാളും ക്രമീകരിച്ചൊരു പരിപാടി, എല്ലാവർക്കും പങ്കാളിത്തമുള്ളൊരു പരിപാടി. ഇത് സ്വാഭാവികമായി നമുക്ക് ഒരു നല്ല നാളെയുടെ തുടക്കമായിട്ട് ഇന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പരിപാടി പൊതുവെ മോശമല്ല, നല്ല രസകരമായിരുന്നു. അത് ഞാനും കുറച്ച് പിന്നോട്ടടിച്ചതാണ്, എന്തെല്ലോ തിരക്കുണ്ട്. അപ്പം പിന്നെ ഏതായാലും നാരായണ ഭാഷ വിളിച്ചു വന്നു, എന്തായാലും വരണമെന്നു. അപ്പോൾ ഞാൻ ആണ് തയ്യാറായത്. വളരെ സന്തോഷമായി. ഈ ഇങ്ങനെ പുതിയ മേഖലയിലേക്ക് നമ്മൾ സാധാരണ കുറേ അധ്യാപകരെ മാത്രം പരിചയപ്പെടുന്ന ഒരു ശീലമായിരുന്നു, അല്ലെങ്കിൽ അത്ര ഉണ്ടായിരുന്നല്ലോ അവസരങ്ങൾ. അപ്പോൾ ഇത് കൂടിയാകുമ്പോൾ നമുക്ക് എല്ലാവരും വിവിധ മേഖലകളിലെ വ്യത്യസ്ത ആൾക്കാരെ പരിചയപ്പെടാനും നമുക്ക് എവിടെയും കണ്ടാലൊക്കെ നമുക്ക് അങ്ങോട്ട് തിരിച്ചറിയാനും കുറേ പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ സമയം. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷമായി. ഇത്തരത്തിലൊരു പുതിയൊരു അനുഭവമായിരുന്നു. മറ്റ് നമ്മളെ പങ്കാളി എന്തായാലും നോക്കുമായിരിക്കും. നമ്മൾ ആശുപത്രിയിൽ നമ്മളെ കാണിച്ചു, അതിനൊരു വിഷയമല്ല. മക്കളെ കാണിച്ചു ഒരു നല്ല പരിപാടിയായിരുന്നു. കായിക പരിപാടിയും കൂടെ ഉൾപ്പെടുത്താമായിരുന്നു. സന്തോഷമുണ്ട്, വളരെ നന്നായിട്ടുണ്ട്.
ഇതിൻ്റെ സ്ഥലപരിമിതി ഒഴിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം നല്ല പരിപാടികളായിരുന്നു. ഇതേപോലെ ഒട്ടേറെ അനുഭവങ്ങളുള്ള ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് പലതരം രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ കൂട്ടായ്മക്ക് തുടർന്ന് പോകാൻ ഉള്ള എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. 2-3 പ്രാവശ്യം നമ്മൾ ബോട്ട് യാത്ര പോയിന്, എന്നാലും അതിനകത്തെല്ലാം വിപരീതമാണ് ഈ യാത്ര. വളരെ സുഖപ്രദമായ യാത്ര, എല്ലാവരും പോകുന്നതിന് വളരെ വളരെ നല്ലതായിരുന്നു. അത് സ്ഥലപരിമിതിയായാലും പിന്നെ പ്രശ്നമൊന്നുമില്ല. വേറൊന്നും പറയാൻ ഭക്ഷണം നല്ലതാണ്, പിന്നെ ഡാൻസ് പരിപാടി നല്ലതാണെന്ന് എല്ലാവരും പറയുന്നു. നമുക്ക് ഇനിയും പരിപാടി ഏറ്റവും മെച്ചപ്പെട്ടതായിരുന്നു ഇത്. എല്ലാവരും 82 വയസ്സ് വരെയുള്ള ആൾ വരെ അടിച്ചു പൊളിച്ച് കളിച്ചു നടന്നു. ഇനിയും ഇതുപോലത്തെ യാത്രകൾ സംഘടിപ്പിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഒട്ടും മോശമല്ല. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളെ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരിപ്പോൾ ഡാൻസ് കളിച്ച ടീമംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ വനിതകളാണ് ഇപ്പോൾ കളിച്ചത്, അത് ഇനിയിപ്പോൾ നമുക്കൊരു പുരുഷ ടീമും കൂടെ ആക്കണം. തുടർന്നും ഇതുപോലെ വരുമ്പോൾ ഇതിലെ അംഗങ്ങളെ പങ്കാളിത്തം കൂടിക്കൂടി വരും. അതുപോലെ തന്നെ അവരെ എനർജറ്റിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണാനും ഡാൻസും കലാപരിപാടികളെല്ലാം കാണാനും പ്രായമുള്ളവർക്കും ഇത്തരം ഇത് അവരുടെ ഇപ്പോഴും ബാക്കിയിട്ടുണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ തുടർന്നും ഉണ്ടാവണം. അതാണെങ്കിൽ ബോട്ട് യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ഈ ബോട്ട് യാത്ര നടത്തുന്നത്. പൊതുവെ നല്ല അഭിപ്രായമാണ്. ഇതിൻ്റെ ഭക്ഷണം അതുപോലെ അടിപൊളി ഭക്ഷണമാണ്. ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടുന്നത്. ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വാമി ജലദോഷമായതുകൊണ്ട് പാടായിരുന്നു, അതുകൊണ്ട് ക്ഷമിക്കണം. ഇപ്പോഴാണ് ഇത് ശരിക്കും ഒരു കുടുംബമായത് അല്ലേ? കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ കുടുംബമാകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിൽ നിന്ന് എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഞാനെപ്പോഴും ഇങ്ങനെ അവിടെ വേദന, ഇടവേദന, ഡിസ്ക് വേദന, പുറം വേദന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മടി വെച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്കെന്നെ തോന്നുന്നത് ഇങ്ങനെ വയസ്സാകുമ്പോൾ ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇന്ന് ഇവിടെ വന്നിട്ട് 75 വയസ്സുള്ള പത്മിനി ചേച്ചിയുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് തോന്നി 63 വയസ്സ് മാത്രമുള്ള ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ മടിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ ഒന്നും പറയാനുള്ളത്, നമ്മൾ ഇതുപോലെ യാത്ര സംഘടിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മളൊന്ന് സ്റ്റേ ചെയ്തിട്ട് ഒരു വൺ ഡേ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും നമുക്ക്. അതുപോലെ ഒരു ഫ്ലൈറ്റ് യാത്രയോ അങ്ങനെ നമ്മുടെ വയസ്സന്മാർക്ക് ഇപ്പം നാരായണ മാഷ് പറഞ്ഞാൽ ഞാൻ വളരെ ശ്രദ്ധിച്ച് കേട്ടു. യാത്രയിൽ കിട്ടുന്ന സന്തോഷം, അതുപോലെ തന്നെ സംസാരം. മാഷ് പറഞ്ഞ നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മളെ പറ്റുന്ന അത്ര ആൾക്കാർ വട്ടം കൂടി നിന്ന് സംസാരിച്ചാൽ നമ്മുടെ മനസ്സിലെ ആ ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റും. അതൊക്കെ ഉള്ള കാലം ഇനിയുള്ള ശിഷ്ട ജീവിതം വളരെ ആരോഗ്യമായി ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകളും സന്തോഷങ്ങളും ഉള്ളു തുറന്ന സംസാരങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു കാര്യമാണെന്ന് എനിക്ക് പറയാം. അതുപോലെ എനിക്ക് മറ്റൊരു നിർദ്ദേശം പറയാം, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ കുറച്ചുകൂടെ എന്താ പറയുക ആക്റ്റീവ് ആക്കുക. പ്രകാശ് മാഷ് പറഞ്ഞു തുടങ്ങിയതുപോലെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇപ്പോഴാണ് ഇതൊരു കുടുംബമാണെന്ന് തോന്നി തുടങ്ങിയത്. വളരെ വലിയ ഈ സംഘടനയിലെ അംഗങ്ങൾ പരസ്പരം അറിയാത്ത ഒരുപാട് ആളുകൾ ഇതിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കാളികളായതോടുകൂടി നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നും പരസ്പരം താങ്ങും തണലും ആകേണ്ടവരാണെന്നുമുള്ള ഒരു തോന്നലാണ് എല്ലാവർക്കും ഉണ്ടായത്. ഇന്ന് പലരുടെയും സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് പലരും ഈ യാത്രയിൽ പങ്കാളികളായതെങ്കിലും ഇതുപോലുള്ള യാത്രകൾ ഇനിയും വേണം. ഒരു ദിവസമുള്ള യാത്രയല്ല, 1-2 ദിവസം താമസിച്ചുകൊണ്ടുള്ള യാത്ര, ദീർഘദൂര യാത്ര, ഇതൊക്കെ ആവാം. ഇങ്ങനെ എന്ത് യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഉറപ്പാണ് ഇവിടെ പലരും നൽകിയത്. മാത്രമല്ല നിരന്തരം നമുക്ക് ബന്ധപ്പെടുന്നതിനായി നമ്മുടെ യൂണിറ്റ് വാട്സാപ്പ് ഗ്രൂപ്പ് സജീവമാക്കണമെന്നും സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്കുള്ള ഇടമായി അതിനെ മാറ്റണമെന്നുമുള്ള നിർദ്ദേശങ്ങളടക്കം ഈ ഒരു യാത്രയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്.
അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടകങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന, പ്രായാധിക്യം മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത, വീടിനകത്ത് ഏകാന്ത വാസത്തിൽ കഴിയുന്ന ആളുകളെ അവരെ കാണാനും അവരുമായി സംസാരിക്കാനും ഒക്കെയുള്ള സൗഹൃദ സന്ദർശനങ്ങൾ, വർത്തമാന കൂട്ടങ്ങൾ ഇതിൻ്റെ തുടർച്ചയായി നടക്കും. അതുപോലെ തന്നെ പുസ്തക ചർച്ചകൾ, മറ്റ് ദൈനംദിന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയുള്ള കലാപരിപാടികൾ, ഇതൊക്കെ തുടർന്ന ആളുകളിൽ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ, യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുമെന്ന ഉറപ്പാണ് ഈ യാത്രയുടെ അവസാനം പെൻഷൻ കുടുംബാംഗങ്ങളെ അറിയിക്കാനുള്ളത്. പുരവഞ്ചീത തീരം തൊടുകയായി. തൽക്കാലം വിട. Postcards from the city.